is truth? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. അപ്പം എന്താണ് സത്യം? ശരിക്കും നെഹ്റു പറയുന്നത് എന്താണ്? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. കാരണം ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവ് ആണ്. അത് മാത്രമല്ല, പരമമായ സത്യം എന്ന് പറയുന്നത് നമ്മൾക്കുമൊക്കെ അപ്പുറമാണ്. ഇറ്റ് ഇസ് ബിയോണ്ട് us. Different persons may and to take different views of truth. അപ്പം താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നം റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ് അതുപോലെ താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരിക. എല്ലാവരും തുല്യരായി മാറുക. എൻഡിങ് ഓഫ് ദ കോസ് ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ എന്ത് ചെയ്യുക, പോരാടുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം എന്ത് കൊടുത്തു എന്നാണ് പറയുന്നത്, ഊന്നൽ കൊടുത്തു എന്നാണ് പറയുന്നത്. Vested interest was centered in British rule. Gandhiji the villages and the countryside harmed with the activity of innumerable messengers of the new gospel of actions. So അദ്ദേഹം ഞങ്ങളെ എന്ത് ചെയ്തു എന്ന് പറയുന്നു? നെഹ്റു അടക്കമുള്ള മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിനെ അദ്ദേഹം കൺട്രി സൈഡിലേക്ക്, വില്ലേജിലേക്ക് പറഞ്ഞു വിട്ടു. അതുവഴി അദ്ദേഹത്തിന്റെ മെസ്സേജസ് വില്ലേജിലും എത്താൻ തുടങ്ങി. Peasant was shaken up and he began to emerge from his shell. The effect on us was different but equally far-reaching, for we saw for the first time, as it were, the villager with the intimacy of his mud hut and with the stark shadow of hunger always pursuing him. We learned our Indian economics more from these visits than from books and learned discourses. അപ്പം അദ്ദേഹം എന്ത് പറയുന്നു? വില്ലേജുകൾ വിസിറ്റ് ചെയ്തപ്പോഴാണ് നെഹ്റുവിന് ഒരു കാര്യം മനസ്സിലായത്. ഇന്ത്യൻ എക്കണോമിക്സ് എന്നുള്ളത് ബുക്കിൽ നിന്നല്ലാതെ അദ്ദേഹം നേരിട്ട് കണ്ട് പഠിച്ചു എന്നാണ്. They gathered midway around the wooded height, and in their fame glory shone like horse in a battlefield. This saw not to impress, even impressed by exhausted economy. With sorrows that thou would forget, thou on you would still on a wood. അത് നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷമങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, if thou would, you would need a lesson that to keep. നിങ്ങൾക്കൊരു ലെസൺ വേണോ? നിങ്ങളോട് പറയില്ലേ സാർ, മോട്ടിവേഷൻ വേണം. പണ്ടത്തെ നിങ്ങളുടെ ഡിപ്രസ് ആവുന്ന മോട്ടിവേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? If would read a lesson that will keep dying on your heart from fainting and your soul from sleep. നിങ്ങളുടെ ഹൃദയത്തെ ഫെയിന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് വിട്ടുകൊടുക്കുക. നമ്മൾ കഴിഞ്ഞ പഠിച്ചില്ലേ, ഹൃദയം വിട്ടുകൊടുക്കൂലേ നമ്മൾ ഡിപ്രഷൻ ആവുമ്പോൾ? അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും തൈ സോൾ, നിന്റെ ആത്മാവിനെ ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ, തിരിച്ച് ലൈഫിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ പറയുന്നത്? ബുക്ക് വായിക്കാനാണോ പറയുന്നത്? അല്ല, അലക്സാണ്ടർ മോട്ടിവേഷനിലേക്ക് വരാനാ പറയുന്നത്. ആണോ? അല്ല. ഓക്കെ, ഗോ ടു ദി വുഡ്സ്, ഈ ഫോറസ്റ്റിലേക്ക് പോവാ. ആൻഡ് ദ ഹിൽസ്, മലമണ്ടയിലേക്ക് കയറി പോവാ. നോ ടിയേഴ്സ് ഡ്രിങ്ക് ദ സ്വീറ്റ് ലുക്ക്. അതാണ് നമുക്ക് ഇഷ്ടം അല്ലെ? അവർ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. നെക്സ്റ്റ്, യൂസ് സിമ്പിൾ സബ്ജക്ട് വേർബ് ഒബ്ജക്ട് സെന്റൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ്, കീപ് ഇറ്റ് സിമ്പിൾ. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിക്ക് ടു ദ ഫാക്ട്സ്, ഫാക്ടുകളിലേക്ക് ചേർന്ന് നിൽക്കുക. നമ്മുടെ ആൻസർ എപ്പോഴും കാണുന്ന വസ്തുതകളിലേക്ക്. കുറച്ച് ആൾക്കാര് എന്ത് ചെയ്തു? അവിടെയുള്ള കുറച്ച് മീൻപിടുത്തക്കാര് ഇവരെ കണ്ടു. സോ